നമസ്കാരം. ബംഗാളിലുള്ള ആർജിക്കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ 16-ാം തീയതി, അതായത് ഇന്ന് വെള്ളിയാഴ്ച BJP ബന്ദ് നടത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും ഡോക്ടർമാർ പണിമുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടറുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട ഈ സംഭവത്തിൽ ബംഗാളിൽ രാഷ്ട്രീയ യുദ്ധം കൂടി ഉടലെടുക്കുകയാണ്. വിഷയത്തില് മുതലെടുപ്പിനായി BJP സജീവമായിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതോടെയാണ് രാഷ്ട്രീയ യുദ്ധം ഉണ്ടാകുന്നത്. ഇതിനിടെ ഗവർണർ CV ആനന്ദ ബോസും പോലീസിനെതിരെയും രംഗത്ത് വന്നു. മാത്രമല്ല, ആക്രമണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഗവർണർ CV ആനന്ദ ബോസിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ കടുത്ത നടപടിയാണ് ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും ബംഗാൾ ബനാന റിപ്പബ്ലിക്കായി മാറാൻ അനുവദിക്കില്ലെന്നുകൂടി ആനന്ദ ബോസ് പറയുന്നുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ തന്നെ വൻ പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഉണ്ടായ അതിദാരുണ സംഭവങ്ങൾക്ക് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പല ഭാഗത്തു നിന്നും. വനിതാ ഡോക്ടറുടേത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് പരാതി പിൻവലിക്കാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പോലീസ് എന്നൊക്കെയാണ് ഗവർണർ പറയുന്നത്. ആശുപത്രിയിൽ താൻ കണ്ട കാഴ്ചകൾ അതിദാരുണമായിരുന്നു. CBI അന്വേഷണം വേണമെന്നുകൂടി ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ തന്നെ കൊൽക്കത്തയിലുള്ള ഈ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികളാണെന്നാണ്, അതായത് പ്രത്യേകിച്ചും BJPയെ തന്നെ ഉദ്ദേശിച്ചാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പോർമുന കടുപ്പിക്കുന്നത്. ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം നടക്കുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. സംഭവത്തിൽ 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂനിയർ ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണെന്ന പ്രസ്താവന നടത്തി സംഭവം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആർജിക്കർ ആശുപത്രി പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ പ്രതിഷേധം ഉയർന്നതോടെ തന്നെ സന്ദീപ് ഘോഷ് രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മമതാ ബാനർജി അദ്ദേഹത്തെ നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമിക്കുകയും ചെയ്തു. ഇത് ബംഗാളിൽ മമതയ്ക്കെതിരെ വലിയ കോളിളക്കമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കോളേജിലും വലിയ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അഴിമതിക്കാരനായ സുദീപ് ഗുപ്തയെ മമത രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ബലാത്സംഗത്തിൽ പ്രതികളായ മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട്. 100 കണക്കിന് സ്ത്രീകളാണ് ദിവസം ചെല്ലുന്തോറും സമരത്തിൽ അണിചേരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആന്തരാവയവത്തിൽ നിന്നും ഏകദേശം 150 ഗ്രാം ശുക്ലമാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെടുത്തതായി പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷൻ പരമാവധി പുറന്തള്ളുക 15 ഗ്രാം ശുക്ലം മാത്രമാണെന്ന് ഓർക്കണം. കൂട്ട ബലാത്സംഗത്തിന്റെ തെളിവാണ് ഇതെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരാളെ മാത്രമാണ് ഇതിൽ ബംഗാൾ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും. ഈ സമരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് പണിമുടക്കിൽ ഏർപ്പെട്ട ഡോക്ടർമാരോട് വിരോധമില്ലെന്നാണ് മമത പറയുന്നത്. അത് എന്ത് നിലപാടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഈ വിഷയം ഗൗരവതരമായ വിഷയമാണ്, അതുകൊണ്ടാണ് അവർ പണിമുടക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനേ ഒരു മനസാക്ഷിയുള്ള ആർക്കും കഴിയുകയുള്ളൂ. അപ്പോഴാണ് വിരോധമില്ല എന്ന് പറയുന്നത്. പോലീസിനെ കൊണ്ട് ഇതിന്റെ കൃത്യമായ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് മമത ചെയ്യേണ്ടത്. അല്ലാതെ BJPയെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രം അവിടെ നിന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അതും മമത മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടിയാണ്. പോലീസ് വിഷയം അന്വേഷിച്ചു വരികയാണെന്നും വിദ്യാർത്ഥികൾക്കെതിരെയോ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെയോ തനിക്ക് പരാതിയില്ലെന്നുമാണ് പറയുന്നത്. എന്നാൽ
ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംഭവത്തിന്റെ വീഡിയോ കണ്ടാൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും മാധ്യമങ്ങളോട് മമത പറയുന്നുണ്ട്. പോലീസിനെ ആക്രമിച്ച രീതി കണ്ടാൽ അത് BJPയും ഇടത് പാർട്ടികളുമാണെന്ന് മനസ്സിലാകും. തന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ 1 മണിക്കൂറോളമാണ് കാണാതെയായത്. പിന്നീട് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് ബലപ്രയോഗം നടത്തിയില്ല. തങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ആശുപത്രിക്കുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടില്ലെന്ന് കൂടി മമത പറഞ്ഞു വെക്കുകയാണ്. ബംഗ്ലാദേശിലേതിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ച ബംഗാളിൽ ഭരണം പിടിച്ചെടുക്കാനാണ് BJPയും CPMഉം ശ്രമിക്കുന്നത് എന്നതാണ് മമത പറഞ്ഞതിന്റെ മറ്റൊരു അർത്ഥം. ഇതിനിടെ വനിതാ ഡോക്ടറുടെ കൊലപാതകം അന്വേഷിക്കുന്ന CBI സംഘം 5 ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. സംഭവം നടന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷന്റെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയും CBI ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും മമത പറയുന്നത് പോലെ ഒരു CPMോ BJPയോ മാത്രം ചേർന്ന് ഇത് പ്രതിഷേധം ഉണ്ടാക്കുകയല്ല. ആ അവർ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകൾ, സ്ത്രീകൾ അടക്കമുള്ളവരാണ് കൂടുതൽ അതിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഒരു ഡോക്ടർക്ക് സംഭവിച്ചെങ്കിൽ നാളെ അവർക്ക് സംഭവിക്കില്ല എന്നുള്ള ഉറപ്പില്ല. അത് ബംഗാളിലേത് മാത്രമല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തുടനീളം ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ, അങ്ങനെ അതിക്രമം ചെയ്യുന്നവർക്കെതിരെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ട സമയമായിട്ടുണ്ട്. നന്ദി.